വാഷ് ഔട്ട് സൈക്കിൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് വാഷ് ഔട്ട് സൈക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ചില ആൾക്കാർ പറയും നമ്മൾ ഇഞ്ചക്ട് ചെയ്ത മെഡിസിനൊക്കെ ഇല്ലേ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കി കളയുന്ന, വാഷ് ചെയ്ത് അങ്ങോട്ട് ക്ലീൻ ആക്കുന്ന എന്തോ ഒരു മെത്തേഡാണെന്ന്. എന്നാൽ ശരിക്കും എന്താണ് വാഷ് ഔട്ട് സൈക്കിൾ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ബോഡി ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്കകത്തുള്ള നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷൻ ബോഡി അങ്ങോട്ട് സ്റ്റോപ്പ് ആക്കും. കാരണം എന്താ, പുറമേ നമ്മൾ ആവശ്യത്തിലധികം ടെസ്റ്റോസ്റ്ററോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോഡിക്ക് ഇനി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ആ പുറമേ നിന്ന് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് ടെസ്റ്റോസ്റ്ററോൺ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നോർമൽ കേസിൽ ബോഡി അത് പിന്നെ ആ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ സമയം എടുത്തേക്കാം. ഈ സമയം എടുക്കുന്നതിനെ മാക്സിമം കുറച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോഡിക്കകത്തുള്ള ഈ ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സൈക്കിൾ, അതാണ് PCT, പോസ്റ്റ് സൈക്കിൾ തെറാപ്പി എന്ന് പറയും. അതായത് മെഡിസിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലുണ്ടായ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വേറെ കുറച്ച് മെഡിസിൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ബോഡി ഹാക്കിംഗ്, അതാണ് PCT. ഈ PCT ആണ് വാഷ് ഔട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ ഓൾറെഡി കുത്തിക്കയറ്റിയ മെഡിസിനും കാര്യങ്ങളും ബോഡിക്കകത്ത് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്ന സംഭവമൊന്നുമല്ല. ഹോർമോണൽ ഇംബാലൻസ് വന്നത് ഓക്കെ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വേറൊരു തെറാപ്പി, അത്രയേ ഉള്ളൂ.